ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡ് വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ രാത്രി ആയപ്പോൾ ഡിന്നർ കഴിക്കാൻ വിശന്നപ്പോൾ ഞങ്ങൾ വന്നേക്കണ സ്പോട്ട് ഞങ്ങൾ ലാസ്റ്റ് പറയുള്ളൂ. കമൻറ്റ് ചെയ്താൽ പറയാം. ആൻഡ് ഫസ്റ്റ് എനിക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിനെ പറ്റി പറയാനുണ്ട്. ഇത് ആക്ച്വലി ഒരു വീടാണ്. ഈ വീട് അവർ ഒരു ഹോട്ടലാക്കി മാറ്റിയേക്കുന്നതാണ്. ലൈക്ക് ഐ ഷോ യു. വരൂ, ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മുടെ ഗേറ്റ് നമ്മൾ കടന്നു. ഇതാണ് ആ വീട്. ഇതൊക്കെ വീടാണ്. ഹിന്ദു വീട് ടച്ച് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു മാവ് വീട്ടിലോട്ടേക്ക് കയറി പോണ ഫീലാണ്. എന്ത് രസമാണ്, പ്ലീസല്ലേ. ഇവിടെ ഫുഡ് കഴിക്കുന്ന സ്പോട്ട് ജാതിക്ക തോട്ടത്തിന്റെ അടിയിലാണ് ഇവിടെ ഫുഡ് കഴിക്കുന്ന സ്പോട്ട് വെച്ചേക്കുന്നത്. അതും കാണിക്കാം. ഈ ഡ്രോയിങ് ഒക്കെ നോക്കി എന്ത് രസമാണ്. ആൻഡ് കുറച്ച് പ്രായവർക്കല്ല, ബാറ് ഡ്രിങ്ക്സ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ബാറുണ്ട്. ഇതാണ് നമ്മുടെ ബാർ. നമ്മുടെ ഫാമിലി അവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കമോൺ മാളു, നിനക്ക് വിശക്കുന്നില്ലേ? ഇതാണ് എൻ്റെ ക്യാമറാമാൻ, എൻ്റെ കൂടെയുള്ള ആള്. ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വന്നു. ഇപ്പൊ ഈ ആളിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. നോക്ക്, ഒരു ഹായ് പറ എൻ്റെ യൂട്യൂബ് ആൾക്കാരോട്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അയ്യോ വേണ്ടാന്നോ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഗുഡ്. അപ്പൊ ഇതാണ് നമ്മുടെ പാത്വേ. നമ്മള് ഈ പറയണ ജാതിക്ക തോട്ടം, നമ്മൾ ഫുഡ് കഴിക്കണ സ്പോട്ട് കണ്ടോ. എല്ലാവരും ഇവിടെ ഇരുന്നാണ് കഴിക്കണത്. ഇവരുടെ ഈ തോട്ടമൊക്കെ ഇങ്ങനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തേക്കാണ്. അപ്പോൾ നോക്കിയേ, റിസർവ്ഡ് ഫോർ ഫാമിലി ആൻഡ് ഇറ്റ് ഈസ് ഫോർ ഫാർ അവേ ഫ്രം ദ മാഡിങ് ക്രൗഡ്. സോ ഫോർ പീസ്ഫുൾനെസ് പ്രിഫർ ദിസ് പ്ലേസ് ഗൈസ്. ഇത് ആണ് ഡെനിഷേട്ടൻ, പൊന്നു ആൻഡ് മമ്മി ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്നതായിരിക്കും. ഉണ്ടോ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്പോട്ട് വരെ ഉണ്ട്. ഹായ്, കണ്ടോ പിള്ളേരെ കളിപ്പിക്കാനുള്ള സ്പോട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഇറ്റ്സ് വെരി നൈസ്. പ്ലീസ് ഡു കം വിസിറ്റ് ആൻഡ് പ്ലീസ് കമൻറ്റ് ഫോർ ദ. ഞങ്ങളുടെ സ്പോട്ടിൻ്റെ ഈ ഹോട്ടലിൻ്റെ പേര് പറയാം. ഇതിൻ്റെ പേരാണ് തിരുക്കൊച്ചി. യെസ്, ആക്ച്വലി മാളുവിൻ്റെ മമ്മി ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ റെക്കമെൻഡ് ചെയ്താണ് ഞങ്ങൾ വന്നേക്കുന്നത്. സോ ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ്. ഇതാണ് നമ്മുടെ സ്ഥലം. വൈക്കു ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. എന്താ നമ്മൾ ഓർഡർ ചെയ്തത്? മിക്സഡ് ഫ്രൈഡ് റൈസ്, കൂന്തൽ റോസ്റ്റ്, ഫിഷ് ബിരിയാണി ആൻഡ് പൊറോട്ട. ഇതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം വരെ ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കാം. ഇവിടെ ഊഞ്ഞാലാണെന്നൊരു സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കഴിച്ച് എടുത്തെങ്കിൽ വന്നിട്ട് കുറച്ച് നേരം ഊഞ്ഞാലാടാം, എന്നിട്ട് പോയി ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ ഫുഡ് കഴിക്കണ വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ വന്ന് ഊഞ്ഞാലാടാം, എന്നിട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും താല്പര്യം ഇല്ലെങ്കിൽ വെറുതെ വന്ന് ഊഞ്ഞാലാടാം, എന്നിട്ട് പോവാം. അത്രയുള്ള ഊഞ്ഞാലാടാണ്ടപ്പോ ഡെനിച്ചേട്ടന് ആടാനൊരു ആഗ്രഹം. കണ്ടോ എന്തൊരു പൂക്കിയാണോ നോക്കൂ. പൂക്കിയാണ് ഞങ്ങളുടെ ഡെനിച്ചേട്ടൻ. വീഴൂല, നല്ല കട്ടിയുള്ള കയറാണ്. നമ്മുടെ ഫിഷ് ബിരിയാണി, അത് നമ്മുടെ പൊറോട്ട. ഈ ഫുള്ള് ഒഴിച്ചോ? എങ്ങനെയുണ്ട് കൂന്തലും പൊറോട്ടയും? കറക്റ്റ് ആണോ എല്ലാം? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. എങ്ങനെയുണ്ട്? ഡെനിച്ചേട്ടന് ഇഷ്ടപ്പെട്ടോ? നമ്മി കഴിച്ചിട്ട് റിവ്യൂ പറ. എങ്ങനെയുണ്ട്? നല്ലതാണ്. എങ്ങനെയുണ്ട് ഫിഷ് ബിരിയാണി? കഴിച്ചു നോക്കിയിട്ട് പറ. നല്ല ഫിഷ്. മൊരിഞ്ഞ ഫിഷാണോ? മൊരിഞ്ഞെന്ന് പറഞ്ഞാൽ
എന്നിട്ട് റൈറ്റ് കൂട്ടിന്ന് കഴിച്ച് പറഞ്ഞേ. നമ്മൾക്ക് ഡെനിൽ ചേട്ടൻ കറക്റ്റ് അഭിപ്രായം പറയുന്നതായിരിക്കും. ഗൈസ്, ഞാൻ ഫ്രൈഡ് റൈസും കൂന്തലും കഴിച്ചിട്ട് പറയാം. എനിക്ക് തോന്നുന്നു കൂന്തലിന്റെ മീൻ കുറച്ച് റബ്ബർ പോലെ ഉണ്ടാവും. അല്ല അല്ല, ഇത് കുറച്ചധികം ഉണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി, ഫിഷ് ബിരിയാണി. എല്ലാവരും വെറുതെ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ഇതൊക്കെ നോക്കിയാൽ ചെയ്യുമോ? നന്നായി. കുറച്ച് ലൈറ്റിങ് പ്രശ്നമുണ്ട്. ബിരിയാണി നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡിന്നർ കഴിഞ്ഞു. ആൻഡ് ഓണസ്റ്റ് റിവ്യൂ, ഫുഡ് അത്ര അടിപൊളിയൊന്നുമല്ല. ആംബിയൻസ് ഉണ്ട്, ദാറ്റ്സ് റൈറ്റ്. ബട്ട് പൊറോട്ട ഭയങ്കര ഹാർഡായിരുന്നു. കൂന്തൽ കുറച്ച് റബ്ബറി ഇഫക്റ്റ് പോലെ, ആ റബ്ബർ പോലത്തെ പോലെ വന്നു. സോ ഫുഡ് ഐ വിൽ നോട്ട് സേ ഇറ്റ്സ് ദാറ്റ് ഗുഡ്, ബട്ട് ഓക്കെ, നോട്ട് ഓക്കെ, ബട്ട് അത്ര ടേസ്റ്റ് ഒന്നല്ലായിരുന്നു. ബട്ട് ദ ആംബിയൻസ് വാസ് സൂപ്പർ കൂൾ. സോ അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് സീ ഓൺ മൈ അനദർ വ്ളോഗ്. ബൈ.